ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വീഡിയോ എടുക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ സൺഡേ ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്തേക്കാമെന്ന്. ഹോളിഡേ ആണല്ലോ. അങ്ങനെ രാവിലെ എണീറ്റ് ബെഡൊക്കെ റെഡിയാക്കി ഫ്രഷ് ആയി ഞാൻ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ്. ഇന്ന് എനിക്ക് മാഗിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടാട്ടോ മാഗി ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലും കിട്ടും, വെജിറ്റബിൾസും കൂടെ കഴിക്കാൻ പറ്റും. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എന്തൊരു കളർഫുൾ ആണല്ലേ, ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും പിന്നെ ആ മാഗിയുടെ തന്നെ ഒരു യെല്ലോ കളറും കൂടെ നല്ല രസമുണ്ട് കാണാൻ. കുറച്ചുകൂടി ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു 2 മുട്ടയും കൂടെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കൂടി വെച്ചിട്ടുണ്ട്. അതാകുമ്പം പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഇത് തിളച്ച് കഴിയുമ്പോൾ ഞാൻ കുക്കറിനകത്ത് ഇറക്കി വെക്കും കേട്ടോ. നമ്മുടെ റൈസ് കുക്കറില്ലേ, ആ കുക്കറിൽ എടുത്ത് വെക്കുവാണെങ്കിൽ ഒരു 2 hours ചോറ് റെഡിയായി കിട്ടും. ഭയങ്കര ഹെൽപ്ഫുള്ളാണത്. പിന്നെ ഞാനൊരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചു. ഗുഡ് സ്മെൽ ഈസ് ഗുഡ് മൂഡ് എന്നാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാൻഡിലൊക്കെ കത്തിക്കുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നൊരു ക്ലീനിങ് ഡേ കൂടിയായിരുന്നു. ഫുള്ള് നമ്മുടെ റൂമും ഹാളും കിച്ചണും ഒക്കെ അടിച്ച് വാരി തുടച്ച് ക്ലീൻ ചെയ്യുന്ന ഡേ ഇന്ന് എൻ്റെ ടേൺ ആയിരുന്നു. ഞങ്ങളിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ വീക്ക്ലി ഇങ്ങനെ ടേൺസ് വരും. അപ്പം ഇന്ന് എൻ്റെ ക്ലീനിങ് ആയിരുന്നു. ഇതോടുകൂടി എൻ്റെ ക്ലീനിങ് ഈ മാസത്തെ കംപ്ലീറ്റ് ആവും. പിന്നെ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് പപ്പായ കട്ട് ചെയ്ത് വെച്ചു. അത് നമ്മൾ കുളി കഴിഞ്ഞ് വന്ന് ചോറൊക്കെ ഉണ്ടിട്ട് കുറച്ച് കഴിക്കാമല്ലോ. ഇത് ഞാൻ റീസെൻ്റ്ലി എൻ്റെ സ്കിൻ കെയറിൽ ആഡ് ചെയ്തൊരു ഐറ്റമാണ്. നാൽപ്പാമരാതി തൈലമാണിത്. 1-2 വട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ യൂസ് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെയും അല്ലാണ്ട് തന്നെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. ഞാൻ ആദ്യം വിചാരിച്ചു ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പിമ്പിൾസ് വരുമായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുളി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോ ഫീൽ ചെയ്യും കേട്ടോ. അത് പേഴ്സണലി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ടാനൊക്കെ പോകാൻ ഇതൊരു നല്ല പ്രോഡക്റ്റ് ആണെന്നാണ് ഞാൻ റിവ്യൂവിലൊക്കെ കണ്ടത്. കുറച്ച് കൂടുതൽ ടൈം യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഡവിൻ്റെ ഹെയർ മാസ്കിൻ്റെ റീസെൻറ്റ് പർച്ചേസാണ്. ആൻഡ് ശരിക്കും ഈ പ്രോഡക്റ്റ് ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട്സ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നുണ്ട്. ഇത് ടീ ട്രീ ഓയിലാണ്. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു, ഞാൻ എത്രയൊക്കെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാറ്റി മറിച്ച് യൂസ് ചെയ്തിട്ടും ഈ ഒരു പ്രോഡക്റ്റ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ് എനിക്ക്. സെൻസിറ്റീവ് ആൻഡ് ഓയിലി സ്കിന്നാണ് എൻ്റേത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുരു വരാതിരിക്കുന്നത്, പിമ്പിൾസ് വരാണ്ടിരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദിസ് പ്രോഡക്റ്റ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ ആക്ച്വലി പേർപ്പിളിൽ നിന്ന് ആൽസ് ഗുഡ്നെസ്സിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ റീസെൻ്റ്ലി നൈക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഇത് വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം ആണ്. ഇതിൻ്റെ റിവ്യൂ കാണാത്ത ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അടിപൊളി റിവ്യൂസാണ് ഇതിന്. പക്ഷേ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയുണ്ട്, എഫക്റ്റീവ് ആണോ എന്നുള്ളത് കുറച്ചും കൂടി ഞാൻ യൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിലൊരു ഹെയർ മസാജൊക്കെ കൊടുത്തു. ബിക്കോസ് അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ആവണമല്ലോ. പിന്നെ കുറച്ച് എൻ്റെ സ്കാൽപ്പിനെ ഇത് ഓയിലി ആക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചോറുണ്ടാൻ വേണ്ടി പോയി ഒരു മുട്ടയൊക്കെ പൊരിച്ചു. എനിക്കിങ്ങനെ മുട്ട പൊരിക്കുന്നതാണ് ഇഷ്ടം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. ഞാൻ മുട്ട പൊട്ടി ചോദിച്ചിട്ട് പിന്നെ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കിച്ചണിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഫുള്ള് പച്ചപ്പാണ് കേട്ടോ താഴെ. നല്ല കുറേ മരങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും കുറേ ബേർഡ്സ് ഒക്കെ വന്നിരിക്കാറുണ്ട്. മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റ് വരുമ്പോഴും അടിപൊളിയാണ്.
അങ്ങനെ ചോറൊക്കെ കൊണ്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പപ്പായ കുറച്ചെടുത്ത് വന്ന് റിലാക്സ്ഡ് ആയിട്ട് ബീൻ ബാഗിലൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ആ ഒരു ഡേയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫ്രീ ആയിട്ടിരിക്കുകയാണ്. സോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തു. ഇത് നമ്മുടെ സ്കിൻ കെയർ വ്ലോഗായിരുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഞാനൊരു മൂവിക്ക് പോയി. സെൻട്രൽ സ്ക്വയർ മോളിലാണ് പോയത്. ഞാൻ ഇവിടെങ്ങും അങ്ങനെ വരാറില്ല, പക്ഷെ നമ്മുടെ അടുത്തുള്ള തിയേറ്റേഴ്സിലൊന്നും ടിക്കറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് അവിടെ വരെ പോയത്. അപ്പോൾ ഈ ഒരു മൂവി കാണാനാണ് പോയത്. ഒബ്സെഷൻ എന്നാണ് മൂവിയുടെ പേര്. ഇത് ഒരിക്കലും ഒരു ഹൊറർ മൂവി ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ടൈറ്റിലിനോട് 100% ജസ്റ്റിസ് കാണിക്കുന്ന ഒരു മൂവി തന്നെയാണിത്. മേ ബി ഈ മൂവിക്ക് കിട്ടിയ ഓവർ ഹൈപ്പ് ആസ് എ ഹൊറർ മൂവി, ആ ഒരു ഹൈപ്പ് കാരണം എനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു ഹൊറർ സിനിമയായിരുന്നു. പക്ഷേ ഇത് ഒരിക്കലും ഒരു ഹൊറർ മൂവി അല്ല. ആസ് ഐ മെൻഷൻഡ്, ഈ ഒരു ടൈറ്റിലിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഹൊറർ എലമെൻറ്റ്സ് തീരെ ഇല്ലാത്തൊരു സിനിമയാണിത്. പക്ഷേ പേടിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ ചില ജംപ് സ്കെയർ മൊമെൻറ്റ്സ് ഇതിലുണ്ട്. ബട്ട് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ മൂവി ഇഷ്ടമാകും. സോ കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു വാച്ച് ഇറ്റ്. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും ബൈ.